ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ എന്നെന്നും കാത്തുരക്ഷിക്കണമേ. അച്ഛനെ ഏതാണ്? ഇതിനു മുപ്പാട് ഇക്കരെ കണ്ടിട്ടില്ലല്ലോ. കൊച്ചൂട്ടി ഇല്ലേ? ആ, കൊച്ചൂട്ടി തന്നെയാണ്. ഞാൻ ഇവിടെയുള്ള ആളല്ല കൊച്ചൂട്ടി. സാഹചര്യം കൊണ്ട് പക്ഷെ വരേണ്ടി വന്നു. ആ, ഏതായാലും വന്നതല്ലേ, എങ്കിൽ പിന്നെ കഴിയാവുന്ന ചിലതൊക്കെ ചെയ്തേച്ച് പോകാമെന്ന് വിചാരിച്ചു. എന്നാ ചെയ്യാനാ? നാട്ടിൽ മുഴുവൻ അക്രമം, അഴിമതി, കൊള്ള, കൊല, അതിന് ചേർന്ന തരത്തില് പട്ടിണി, ദാരിദ്ര്യം. കാലം വല്ലാണ്ടായിപ്പോയി കൊച്ചൂട്ടി. ഇതിനൊക്കെയുള്ള മറുമരുന്നുമായിട്ടാണ് അച്ഛൻ്റെ ഈ വരവ്? അല്ല, ഇടയ്ക്കിടെ നിങ്ങളെ പോലെ ചിലർ വന്നേച്ചു പോവും, ക്രിസ്തുവിന്റെയും ദൈവം തമ്പുരാന്റെ ഒക്കെ പേര് പറഞ്ഞേച്ച്. ഒടുക്കോ ഇത്തിരി ജ്ഞാനസ്നാന വെള്ളം തലയിലിട്ട് തന്നേച്ച് പൊടിയും തട്ടി അങ്ങാട്ട് പോകും. ദുരിതത്തിലാവണത് ഞങ്ങളെപ്പോലുള്ള പട്ടിണിപ്പാവങ്ങളാണ്. ക്രിസ്തു, ദൈവം, മാങ്ങാ തൊലി. ചിരിക്കണ്ട. ദേ, വരണതും പോണതും ഒക്കെ കൊള്ളാം, പക്ഷേ ഉപദേശിക്കാനും ദൈവരാജ്യം പ്രസംഗിക്കാനും ഒന്നും പോന്നേക്കല്ലേ. അന്നന്നത്തെ അപ്പം പോലും തരാത്ത ദൈവ തിരുകുമാരനെ ഞങ്ങൾക്ക് വേണ്ട. ആദ്യകാലത്ത് ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച മോശയോടും ചിലര് ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞതായിട്ട് ചരിത്രമുണ്ട്. വളച്ചൊടിച്ച് മൂക്കി തൊടാൻ നിക്കണ്ടച്ചോ, വിട്ടുപിടി. പാഠം പറഞ്ഞു തരാൻ പോന്ന പങ്കായത്തിന് പായിക്കും. പോവോ അച്ചോ? അച്ചോ, അപ്പച്ച വാ, ചോറും കറിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വാ അപ്പച്ച. അച്ചോ, അച്ചോ, ദേ വെള്ളം കിട്ടി കേട്ടോ. വെള്ളവും കിട്ടി, നടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പൊ ദേ പിന്നത്തിന്റെ ഇരട്ടിയായിട്ട് വിശക്കണുണ്ട്. അത്ഭുതം കാട്ടാന്ന് പറഞ്ഞേച്ചല്ല, വല്ലതും കഴിക്കാൻ കിട്ടുവച്ചോ? പറഞ്ഞ വാക്ക് തെറ്റിക്കത്തില്ല. അകത്തേക്ക് ചെല്ലു പെണ്ണമേ. വാ അമ്മച്ചി, ചോറും കറിയും ഒക്കെ തയ്യാറായി. ചോറും കറിയോ? എന്റെ പുണ്യാളച്ചോ. ആ, ചെല്ല് ചെല്ല്, ഞാനും വരാം. ഒരു പിടി ചോറ് നിങ്ങളുടെ കൂട്ടത്തി ഞാനും കഴിക്കാൻ മറിയക്കൊച്ചേ. വാ മോളെ, വായിച്ചയ, വായിച്ചോ. കൊച്ചുട്ടി, വാ പിളർന്ന് നിൽക്കാണ്ട് വാ. പക്ഷേ എങ്കിൽ ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിച്ചോ. മനുഷ്യൻ അന്നം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട് കൂടിയാ ജീവിക്കുന്നത്. യഥാർത്ഥ വിശപ്പ് മാറാൻ അതൊന്നേ മാർഗമുള്ളൂ. എന്തേ, നേരത്തെ പറഞ്ഞ കൂട്ട് പങ്കായമെടുക്കാൻ തോന്നുന്നുണ്ടോ എന്നെ തല്ലാൻ? നടക്കുകയല്ല, നടക്കാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കുകയല്ല. ആ, താൻ വാ, നല്ല വിശപ്പില്ലേ? എന്തേലും കഴിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങള്. എന്നതാണ് മറിയമോളെ, ഇഷ്ടപ്പെട്ടോ ചോറും കറികളും ഒക്കെ? ഇത്രയും രുചിയുള്ള ചോറും കറികളും ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല അച്ചോ. നേരാണച്ചോ, ഇങ്ങനൊരു സദ്യ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, ഇനിയോട്ട് കഴിക്കത്തുമില്ല. കൊച്ചുട്ടി, താൻ എന്നതാ ഒന്നും പറയാണ്ട് വിഷമിച്ച് നിൽക്കണത്? അച്ചോ, ഒരു നേരത്തെ അന്നം തരണ ഒരുവനോട് ജീവിതം തീരണവരെ നന്ദി കാട്ടണമെന്നാണ് കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ നിലയ്ക്ക് ഞാൻ എന്നാ പറയാനാണച്ചോ? കാരണവന്മാര് പണ്ടെപ്പോഴോ പഴഞ്ചൊല്ലുപോലെ പറഞ്ഞു തന്ന ആ പാഠം എത്രത്തോളം അർത്ഥവത്താണെന്നുള്ളതിന്റെ തെളിവല്ലേ തന്റെ ഈ കണ്ണുനീര്? ഒരു നേരം തരുന്നവനോട് പോലും
അത്രക്കേറെ നന്ദി വേണമെങ്കിൽ നിരന്തരം തരുന്നവനോട് എത്രത്തോളം നന്ദി വേണം? എല്ലാം കാണുകയും അറിയുകയും അനുഭവിക്കുവാൻ അവസരമരുളുകയും ചെയ്യുന്ന ആ പരമപിതാവിനോട് എത്രക്കേറെ നന്ദിയാണ് മനുഷ്യരായ നമുക്കുണ്ടാവേണ്ടത്. എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ കൊച്ചൂട്ടി? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു തരിമ്പെങ്കിലും സ്നേഹം കാണിച്ചിട്ടുമില്ല. ആ തെറ്റ് തിരുത്തണം. ഈ തുറയുടെ കഷ്ടതകൾ അവസാനിക്കാൻ മറ്റു വഴികളൊന്നും ആലോചിക്കണ്ട. മന്ത്രമോ തന്ത്രമോ ഒന്നും വേണ്ട. വേണ്ടതൊന്നു മാത്രം: കൂട്ടായ്മ. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ്മ, സ്നേഹം, വിശുദ്ധി. അതിന് തുറയിലെ നേതാവ് കൊച്ചൂട്ടി തന്നെ മുന്നിട്ടിറങ്ങണം. നിങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും മുഴുവനായും തീർത്ത് ഈ തിരുകുടുംബത്തിനോടുള്ള ഭക്തിയും അതുവഴി ശക്തിയും വർദ്ധിപ്പിച്ച് എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയും. കൊള്ളാം. കേക്കാൻ ചേരുള്ള വർത്തമാനമായി ഇവൻ പറയുന്നത് അല്ലൂടെ കുര്യച്ച? പിന്നെ അല്ലാണ്ട് ഇതുവരെ ഇല്ലാത്ത ഒരു പുതുമയല്ലേ ഇവൻ പറയണത്. പാതിരി അച്ഛൻ വന്ന് ഇവന്റെ മനസ്സ് മാറ്റിന്ന്, അയാള് അത്ഭുതം കാട്ടിന്ന്. എടാ കൊച്ചൂട്ടിയെ, സംഗതി നീ ഞാനുമൊക്കെ കർത്താവ് ഈശാമിശിഹായുടെ ആനാവെള്ളം തലേ വീണോരാ. ചത്തുമറിവിച്ച ശിമിത്തേരിയിലെ തെമ്മാടിക്കൂടി അല്ലാത്ര തന്തുറങ്ങേണ്ടവരുമാണ്. എന്നും കരുതി പഴയ ആചാരങ്ങളെ മറക്കാനും ഒതുക്കാനും പറ്റുക? അത് പറ്റാത്തവരാണ് കടപ്പുറത്ത് കഴിയുന്നത് നമ്മളെ പോലുള്ളവര്. എടാ, കടലമ്മേലെ മറക്കാൻ ഒക്കുക, കുരുതിയും പൂജയെ ഒഴിവാക്കാൻ ഒക്കുക. ആചാരങ്ങൾ മുഴുക്കെ പഴയ കാരണവന്മാരുടേത്, വിശ്വാസവും അപ്പാടും പഴമക്കാരുടേത്. പള്ളിയും പട്ടക്കാരും ഒക്കെ പേരിന് കിടക്കട്ടെ. അതിനപ്പുറം പോയാ വേര് മുറിഞ്ഞ് താഴത്ത് കിടക്കും. കേട്ടല്ല? നീ ഇപ്പൊ വലിയ വിശ്വാസിയായെങ്കിൽ ആയിക്കോ. അതിന് കൊട പിടിക്കാനെ കൊണ്ട് തുറയിൽ അച്ഛനായി എന്നെ കൂട്ടുപിടിക്കണ്ട, നടക്കുകയല്ല. ഇല്ല ലൂയിസച്ചോ, ഇത് അതും ഇതും പറയണൊരു പാതിരി അച്ഛനല്ല. അത്ഭുതങ്ങൾ കൺമുമ്പിൽ കാട്ടിത്തരാൻ ശേഷിയുള്ള ആളാണ്. കുടിയിൽ വന്ന് പറഞ്ഞതും കാണിച്ചതും ഒക്കെ ഒന്നിനൊന്ന് അതിശയിപ്പിക്കണ്. ആദ്യമായിട്ടാണ് എന്നെയും പെണ്ണിനെയും മോളെയും അന്തോണിയച്ചൻ കാണുന്നത്. കണ്ട വഴിയെ ഞങ്ങളുടെ പേര് ചൊല്ലി വിളിച്ച്, മറക്കാത്തോണം പ്രാർത്ഥന പഠിപ്പിച്ച്, അപ്പോ എന്നോ മാനത്തുനിന്ന് വരുത്തിച്ച്. ഓ എടാ കുര്യച്ചോ, യവനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ആകാശത്തൊന്ന് അപ്പവും അന്നവും വരുത്തിക്കണ പാതിരി അച്ഛൻ. എങ്കിൽ പിന്നെ ദൈവം തമ്പുരാനെ കയ്യിലോട്ട് വരുത്തോടാ നിന്റെ ഈ പാതിരി. ഇത് കളിയല്ല ലൂയിസച്ചോ. ലൂയിസച്ച വരണം, കാണണം. എന്നിട്ട് തുറയിലെ കൂട്ടരോട് പറയണം, രുചിയുള്ള അന്നവും അപ്പവും ഞങ്ങളെപ്പോലെ മറ്റുള്ളവർക്കും കിട്ടാൻ ഇടവരുത്തണം. ഇല്ലടാ, വരികയല്ല. വന്നാലും ആരും വിശ്വസിക്കുകയല്ല. ഇല്ലേ നീ തന്നെ അതിന് തുരിഞ്ഞു നോക്ക്. തുറയിലുള്ളവരെ മാറ്റാനുള്ള ശേഷി നിന്റെ ഈ അന്തോണി പാതിരിക്കുണ്ടോന്നറിയാല.